വെഡിങ് ഫോട്ടോഗ്രാഫി ഒരു കരിയർ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തെ ഞാൻ വിചാരിച്ച പോലെ ഒന്നല്ല കാര്യങ്ങൾ സംഭവിച്ചത്. നമുക്കൊരു ബിസിനസ്സിലേക്ക് വരുന്നു, അപ്പൊ നമ്മുടെ ചുറ്റും കുറെ ആളുകളുണ്ട് അല്ലെ, നമ്മളെ സഹായിക്കും, നമ്മളെ സപ്പോർട്ട് ചെയ്യും എന്ന് വിചാരിക്കുന്ന കുറെ ആളുകളുണ്ട്. നമ്മുടെ ഫ്രണ്ട്സ് ആവാം, ഫാമിലി ആവാം, റിലേറ്റീവ്സ് ആവാം, അല്ലെങ്കിൽ നമ്മുടെ കൊളീഗ്സ് ആവാം. അങ്ങനെ ഒരു സർക്കിള് കല്യാണം കഴിക്കാൻ പോകുന്ന പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ആളുകൾ ഉണ്ടാവും. പുതിയതായിട്ട് വെഡിങ് ഫോട്ടോഗ്രാഫിയിലേക്ക് വരുന്ന ഫോട്ടോഗ്രാഫേഴ്സിന്റെ അടുത്ത് എനിക്ക് പറയാനുള്ളത് ഇതൊന്നുമല്ല റിയാലിറ്റി. നിങ്ങൾ ഒരിക്കലും പരിചയപ്പെടാൻ സാധ്യതയില്ലാത്ത കുറെ പേരാണ് നിങ്ങൾക്ക് വർക്ക് തരാൻ പോകുന്നത്. അപ്പൊ ഞാൻ ഇത് ആലോചിച്ചത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അപ്പൊ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, വെഡിങ് ഫോട്ടോഗ്രാഫി എന്ന് പറഞ്ഞാൽ ഒരാളുടെ പേഴ്സണൽ സ്പേസിലേക്ക് നമ്മൾ പതുക്കെ കയറുകയാണ്. അവരുടെ വീട്, അവരുടെ കുടുംബം, അവരുടെ വളരെ പ്രൈവറ്റ് ആയിട്ടുള്ള മൊമെന്റുകളിലേക്ക് ഒരു ഫോട്ടോഗ്രാഫർ കയറി ചെല്ലുകയാണ്. നമ്മളെ നന്നായിട്ട് അറിയുന്ന ഒരു വ്യക്തിക്ക് എല്ലാവർക്കും അത് കംഫർട്ടബിൾ ആയിക്കൊള്ളണം എന്നില്ല. അതുകൊണ്ട് അവര് നമ്മളെ വേണ്ട എന്ന് വെച്ച് മറ്റൊരു ഫോട്ടോഗ്രാഫറെ അവിടെ പ്ലേസ് ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ തന്നെ കാര്യങ്ങൾ പോകണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. പക്ഷെ നിങ്ങൾ ഒരിക്കലും വിചാരിക്കാത്ത വഴികളിലൂടെ നിങ്ങൾക്ക് സഞ്ചരിക്കാനും പറ്റും.